ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അമേരിക്കയിലെ ഒരു പട്ടണമാണ് കാണിക്കുന്നത്. പതിവ് പോലെ തന്നെ അന്നവിടെ ബേസ്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് റോറി എന്നൊരു മനുഷ്യൻ നിഗൂഢമാർന്ന ഭാവത്തോടെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ഈ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്ന ഡേവിഡ് എന്ന പോലീസുകാരൻ കാണാനിടയായി. ഉടൻ തന്നെ ഡേവിഡ് ആ മനുഷ്യൻ്റെ പക്കലേക്ക് പായുകയും തോക്ക് താഴെ ഇടാനായി റോറിയോട് പറയുകയും ചെയ്തു. എന്നാൽ റോറി തൻ്റെ തോക്കെടുത്ത് ഡേവിഡിനെ ഷൂട്ട് ചെയ്യാനൊരുങ്ങി. ഉടൻ തന്നെ ഡേവിഡ് തൻ്റെ തോക്ക് ഉപയോഗിച്ച് റോറിയെ വെടിവെച്ച് കൊന്നു. ഈ ഒരു സമയത്ത് 2 സൈനിക വിമാനങ്ങൾ ആകാശത്തിലൂടെ പ്രദേശം മുഴുവൻ നിരീക്ഷണം നടത്തി പറന്നു പോകുന്നുണ്ടായിരുന്നു. റോറിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി അയാൾ മദ്യപിച്ചിട്ടുണ്ടാകുമെന്നാണ് ഡേവിഡ് കരുതിയിരുന്നത്. ക്ഷമാപണം നടത്താനായി അവിടേക്കെത്തിയ റോറിയുടെ ഭാര്യയുടെ പക്കലേക്ക് ഡേവിഡ് ചെന്നു. മറ്റൊരു മാർഗവുമില്ലാത്തതിനാലാണ് തനിക്കിത് ചെയ്യേണ്ടി വന്നതെന്നും അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നും ഡേവിഡ് അവരോട് പറഞ്ഞു. ഇത് കേട്ട് 2 വർഷമായി അദ്ദേഹം മദ്യപാനം നിർത്തിയിട്ടെന്നും പറഞ്ഞ് റോറിയുടെ ഭാര്യ ഡേവിഡിൻ്റെ കരണത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. കുറ്റബോധം മൂലം ആ രാത്രിയിൽ ഡേവിഡിനെ ഉറങ്ങാനായി സാധിച്ചിരുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ട് അവൻ്റെ ഭാര്യയായ ജൂഡി ഡേവിഡിൻ്റെ പക്കലേക്കെത്തി നിങ്ങൾ ചെയ്തത് ഒരു ശരിയായ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് ഡേവിഡ് റോറിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഡേവിഡിനെ ഞെട്ടിച്ചുകൊണ്ട് റോറി മദ്യപിച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു അയാൾക്ക് കിട്ടിയിരുന്നത്. തനിക്ക് തെറ്റുപറ്റിയോ എന്നുള്ള വിഷമത്തോടെ ഡേവിഡ് അന്ന് ബേസ്ബോൾ മാച്ച് നടന്നിരുന്ന ആ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ചെന്നു. ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കാനായി അവനവിടെ ഉണ്ടായിരുന്ന സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു പ്രിൻസിപ്പൽ നിഗൂഢമാർന്ന ഭാവത്തോടെ നിശ്ചലനായിരിക്കുകയായിരുന്നു. ഒന്നും മിണ്ടാതെ ആ ഒരു മനുഷ്യൻ അവിടെ നിന്നും കടന്നുപോയി. ഈ ഒരു സമയത്ത് ഡോക്ടറായ ഡേവിഡിൻ്റെ ഭാര്യ ജൂഡിയുടെ പക്കലേക്ക് അവളുടെ അയൽക്കാരി തൻ്റെ ഭർത്താവായ ബില്ലിനെയും കൂട്ടിയെത്തുകയാണ്. ബില്ലൊന്നും സംസാരിക്കാതെ നിഗൂഢമാർന്ന ഭാവത്തോടെ പെരുമാറിയിരുന്നത് കൊണ്ടാണ് അവൾ അയാളെ ജൂഡിയുടെ പക്കലേക്ക് കൊണ്ടുവന്നിരുന്നത്. ജൂഡി അയാളെ പരിശോധിച്ചു. കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണാത്തതിനാൽ അവൾ അവരെ തിരിച്ചയച്ചു. അന്ന് രാത്രിയിൽ ബില്ല് പുല്ലുവെട്ടുന്ന മെഷീൻ ഓണാക്കിയിട്ടിരുന്നു. അതോടെ ബില്ലിൻ്റെ ഭാര്യ അത് ഓഫാക്കാനായി ഔട്ട് ഹൗസിലേക്ക് ചെന്നു. അവൾ ആ ഒരു മെഷീൻ ഓഫാക്കി. പക്ഷേ അവിടെ ബില്ല് ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് തൻ്റെ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആ യുവതി വീട്ടിലേക്ക് പാഞ്ഞു. അച്ഛൻ കത്തിയുമായി തന്നെ കൊല്ലാൻ വരികയാണെന്ന് ഒളിച്ചു നിന്നിരുന്നവരുടെ മകൻ അവളോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് ബില്ല് അങ്ങോട്ടേക്കെത്തി അവരൊളിച്ചിരുന്നിരുന്ന റൂമിൻ്റെ വാതിൽ പൂട്ടിയിടുകയാണ്. ശേഷം ബില്ല് നിഷ്കരണം പെട്രോൾ ഒഴിച്ച് ആ വീടിനെ തീയിടുകയാണ്. രക്ഷപ്പെടാൻ സാധിക്കാതെ ആ വീടിനുള്ളിൽ പെട്ടുപോയ ബില്ലിൻ്റെ ഭാര്യയും മകനും ദാരുണമായി വെന്തു മരിച്ചു. സംഭവം അറിഞ്ഞ് ഡേവിഡും ജൂഡിയും അവിടേക്ക് ഓടിയെത്തി. ബില്ല് മനഃപൂർവ്വം അവരെ കൊലപ്പെടുത്തിയതാണെന്ന് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ അവരോട് വെളിപ്പെടുത്തി. യാതൊരു കുറ്റബോധവുമില്ലാതെ ബില്ല് ഒരു സമയത്ത് ചൂളം വെളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേന്ന് 3 വേട്ടക്കാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിലുള്ള ഒരു സൈനിക പൈലറ്റിൻ്റെ മൃതശരീരം കാണാനിടയായി. സ്റ്റേഷനിലെ ജയിലിലേക്ക് മാറ്റിയിട്ടും ബില്ല് നിഗൂഢമാർന്ന ഭാവത്തോടെ നിശ്ചലനായി നിൽക്കുകയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കൊല്ലപ്പെട്ടിരുന്ന റോറിയെ പോലെ തന്നെയായിരുന്നു ബില്ലിൻ്റെയും മുഖഭാവം. വേട്ടക്കാർ വിളിച്ചതനുസരിച്ച് ഡേവിഡ് തൻ്റെ അസിസ്റ്റൻ്റായ റസലിൻ്റെ കൂടെ സംഭവ സ്ഥലത്തേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് അവർക്കൊപ്പം അവിടുത്തെ മോർച്ചറിയിലെ പത്തോളജിസ്റ്റും ഉണ്ടായിരുന്നു. പേരച്ചുട്ടോട് കൂടിയാണ് ആ ഒരു മൃതദേഹം കിടന്നിരുന്നത്. അതിനാൽ തന്നെ തകർന്നു വീണ വിമാനം അടുത്തെവിടെയെങ്കിലുമായി കാണുമെന്ന് അവർ കണക്കുകൂട്ടി. അന്വേഷണത്തിനൊടുവിൽ അവർ അവിടെയുണ്ടായിരുന്ന വലിയൊരു തടാകത്തിൽ ആ ഒരു വിമാനം കണ്ടെത്തി. ഈ ഒരു സമയത്ത് സാറ്റലൈറ്റ് വഴി സൈന്യത്തിന് കണ്ടെയ്ൻമെൻറ്റ് പ്രോട്ടോകോൾ ആരംഭിക്കാനായി നിർദ്ദേശം ലഭിച്ചിരുന്നു. നഗരത്തിൽ കുടിവെള്ളം എത്തിച്ചിരുന്നത് ആ ഒരു വിമാനം വീണ് കിടന്നിരുന്ന ആ ജലാശയത്തിൽ നിന്നുമായിരുന്നു. ജനങ്ങൾക്ക് പടർന്നിരുന്ന അപൂർവ രോഗത്തിനും വിമാനം വീണ് കിടന്നിരുന്ന ആ ജലാശയത്തിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഡേവിഡ് കണക്കുകൂട്ടി. അസുഖം കൂടുതൽ പേർക്ക് പടരാതിരിക്കാനായി ഉടൻ തന്നെ ഡേവിഡ് ആ ജലാശയത്തിൽ നിന്നും വന്നിരുന്ന കുടിവെള്ളം ഓഫാക്കാനായി മേയറുടെ പക്കലേക്ക് ചെന്നു. കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്ന വെള്ളമാണതെന്നും അതിനാൽ തന്നെ അത് ഓഫാക്കിയിടാൻ സാധിക്കില്ലെന്നും മേയർ ഡേവിഡിനോട് പറഞ്ഞു. ഡേവിഡ് മേയറുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ഓഫാക്കിയിട്ടു. ഇത് വലിയ പ്രശ്നമാകുമെന്നും ഒരു പക്ഷേ നമ്മുടെ ജോലി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാമെന്നും റസലെ അവനെ ഓർമ്മിപ്പിച്ചു. തിരിച്ചവർ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ബില്ലവിടെ
രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. റസല് ജയിലിൻ്റെ വാതിൽ തുറക്കാനൊരുങ്ങിയെങ്കിലും ഡേവിഡ് അത് തടഞ്ഞു. ഉടനെ മൃഗീയമായി അലറിക്കൊണ്ട് ബില്ലെ അവരെ ആക്രമിക്കാനായി ശ്രമിച്ചു. ഡേവിഡ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനായി ശ്രമിച്ചെങ്കിലും ഫോണ് പ്രവർത്തനരഹിതമാണ്. അതോടെ റസല് മെയിൽ വഴി ഇക്കാര്യം സീനിയർ ഓഫീസർമാരെ അറിയിക്കാമെന്ന് കരുതിയെങ്കിലും അതും പ്രവർത്തിച്ചിരുന്നില്ല. ഭീതിയോടെ ഡേവിഡ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി നോക്കി. നഗരം വിജനമായി കിടക്കുന്ന ദുരൂഹമാർന്നൊരു കാഴ്ചയാണ് അവനെ കാണാനായി സാധിച്ചത്. ഈ നേരത്ത് ഭ്രാന്തിയെപ്പോലെ ഒരു സ്ത്രീ സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ടായിരുന്നു. ഈ നേരത്താരോ നഗരത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒരു കറുത്ത നിറത്തിലുള്ള ഗവൺമെൻറ് വാഹനം അതിലൂടെ ചീറിപ്പാഞ്ഞു പോയി. ഈ നേരത്താണ് ഡേവിഡ് മോർച്ചറിയിൽ നിന്നും എന്തോ ഒരലർച്ച കേൾക്കാനിടയാവുന്നത്. ഉടൻ തന്നെ ഡേവിഡ് അവിടേക്കോടി. മൃതദേഹങ്ങൾക്കിടയിലൂടെ മെല്ലെ ഡേവിഡ് മുന്നോട്ടേക്ക് നീങ്ങി. അവിടെയുണ്ടായിരുന്ന മൃതദേഹങ്ങൾ വികൃതമാക്കിയ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയാണ് അവനെ കാണാനായി സാധിച്ചത്. ഈ സമയത്ത് അവിടെ മൂടിയിട്ടിരുന്ന ശരീരത്തിൽ നിന്നും ഒരു ഞെരുക്കം അവൻ കേൾക്കാനിടയായി. അവൻ അവിടേക്ക് ചെന്ന് ആ ശരീരം മൂടിയിരുന്ന വിരി മാറ്റി നോക്കി. ജീവനോടെ തന്നെ ഒരു മനുഷ്യൻ്റെ വായും കണ്ണും തുന്നിക്കെട്ടിയിരിക്കുന്ന ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയാണ് അവന് കാണാനായി സാധിച്ചത്. കത്രിക ഉപയോഗിച്ച് ഡേവിഡ് ആ തുന്നിക്കെട്ടലുകൾ മുറിച്ചു നീക്കി. എത്രയും വേഗം തിരിഞ്ഞു നോക്കാനാണ് ആ മനുഷ്യൻ ഡേവിഡിനോട് അഭ്യർത്ഥിച്ചത്. തിരിഞ്ഞു നോക്കിയ ഡേവിഡ് കണ്ടത് അസുഖബാധിതനായ അവിടുത്തെ പത്തോളജിസ്റ്റിനെയാണ്. അയാൾ ഡേവിഡിനെ മർദ്ദിച്ചു. ശേഷം പത്തോളജിസ്റ്റ് ഒരു സോ എടുത്ത് ഡേവിഡിനെ കീറി മുറിക്കാൻ ഒരുങ്ങുകയാണ്. ഭാഗ്യവശാൽ ഡേവിഡിനെ ആ സോയുടെ വയറ് വലിച്ച് അത് അയാളിലേക്ക് തന്നെ വലിച്ചിടാനായി സാധിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സോയാൽ ശരീരം ഛേദിക്കപ്പെട്ട് പത്തോളജിസ്റ്റ് ദാരുണമായി കൊല്ലപ്പെട്ടു. എന്നാൽ താഴെ വീണ സോരുണ്ട് ഡേവിഡിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. ഭാഗ്യവശാൽ തക്ക സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ റസൽ അതിൻ്റെ പ്ലഗൂറിയതിനാൽ ഡേവിഡിനെ ജീവൻ തിരിച്ചു കിട്ടി. അന്നു രാത്രിയിൽ ഗർഭിണിയായ തൻ്റെ ഭാര്യ ജൂഡിയോട് സുരക്ഷയ്ക്കായി നഗരം വിട്ടു പോകാനായി ഡേവിഡ് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു സമയത്ത് പുറത്താരോ ഉള്ളതായി ജൂഡിക്ക് തോന്നി. അത് പരിശോധിക്കാനായി പുറത്തേക്കിറങ്ങിയ ഇരുവരെയും സൈന്യം റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവുകയാണ്. റസലടക്കം ആ നഗരത്തിലുള്ള സകലരെയും സൈന്യം ഇതേ രീതിയിൽ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. ആ നഗരത്തിലെ നിവാസികളെയെല്ലാം പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു സൈന്യം ഏവരെയും പിടികൂടിയിരുന്നത്. സൈന്യം ഏവരുടെയും ടെമ്പറേച്ചറുകൾ പരിശോധിക്കുകയാണ്. ഗർഭിണിയായതിനാൽ ജൂഡിയുടെ ടെമ്പറേച്ചർ അല്പം കൂടുതലായിരുന്നു. അതിനാൽ തന്നെ അസുഖബാധിതയാണെന്ന് തെറ്റിദ്ധരിച്ച് ക്വാറന്റീനിലാക്കാനായി സൈനികർ ജൂഡിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഡേവിഡ് അത് തടയാനായി ശ്രമിച്ചെങ്കിലും സൈന്യം ഡേവിഡിനെ അടിച്ചു വീഴ്ത്തി. ജൂഡി അടക്കമുള്ളവരെ സ്ട്രെച്ചറിൽ ബന്ധനസ്ഥയാക്കി ക്വാറന്റീനിനായി അവിടെ ഉണ്ടായിരുന്ന സ്കൂളിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. അസുഖമില്ലാത്തവരെ തിരിച്ചറിയാനായി സൈന്യം അവർക്ക് ബാൻഡുകൾ നൽകിയിരുന്നു. അതേസമയം ആവട്ടെ ജൂഡി അടക്കമുള്ളവരെ ബന്ധനസ്ഥയാക്കി പരിശോധനകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അസുഖബാധിതരുൾപ്പെടെയുള്ള ജനക്കൂട്ടം സൈന്യത്തെ ആക്രമിച്ചുകൊണ്ട് ചിതറിയോടാൻ ആരംഭിച്ചിരുന്നു. ഡേവിഡ് അടക്കമുള്ളവരെ സൈന്യം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാനൊരുങ്ങുകയാണ്. എന്നാൽ ഗർഭിണിയായ തൻ്റെ ഭാര്യയെ വിട്ടുപോരാൻ ഡേവിഡ് ഒരുക്കമായിരുന്നില്ല. അങ്ങനെ ഡേവിഡ് സൈന്യത്തിൻ്റെ കണ്ണുവെട്ടിച്ച് തിരികെ തൻ്റെ പട്ടണത്തിലേക്ക് പോവുകയാണ്. അസുഖബാധിതർ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടതോടെ ക്വാറന്റീനിലുണ്ടായിരുന്നവരെ ഉപേക്ഷിച്ചുകൊണ്ട് സൈന്യം ആ ഒരു സ്ഥലത്തു നിന്നും പിൻവാങ്ങുകയാണ്. ഇതേ നേരം ഡേവിഡ് തൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ സൈനികരുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ട് റസലും അവിടേക്കെത്തി. അസുഖബാധിതർ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ താൻ അവിടെ നിന്നും രക്ഷപ്പെട്ടതാണെന്ന് റസൽ ഡേവിഡിനോട് പറഞ്ഞു. അസുഖബാധിതരുണ്ടാക്കിയിരുന്ന കലാപത്തിൽ വെടിയേറ്റും പരസ്പരം കൊന്നും നിരവധി പേർ മരണമടഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് ജൂഡിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. ആ ഒരു സ്കൂളിൽ ജൂഡിയെപ്പോലെ തന്നെ അവരുടെ സഹായിയായ ബെക്കയെയും സൈന്യം ബന്ദിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവരിരുവരും ഭീതി ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയാവുകയാണ്. അസുഖബാധിതനായ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ഒരു പിച്ച് ഫോർക്ക് ഉപയോഗിച്ച് അവിടെ ബന്ദിയാക്കി വെച്ചിട്ടുള്ളവരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു. അങ്ങനെ ആ പ്രിൻസിപ്പൽ ഓരോരുത്തരെയായി ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ അതിക്രൂരന്മാരാക്കി മാറ്റുമെന്നുള്ളതായിരുന്നു ഭീകരമായ ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത. പിന്നീട് ആ ഒരു പ്രിൻസിപ്പൽ ഭീതിയോടെ കരഞ്ഞിരുന്ന ബെക്കയെ കൊല്ലാനൊരുങ്ങി. അവളുടെ ജീവൻ രക്ഷിക്കാനായി ജൂഡി ശബ്ദമുണ്ടാക്കി. അതോടെ പ്രിൻസിപ്പൽ ബെക്കയെ വിട്ട് ജൂഡിയുടെ പക്കലേക്ക് ചെല്ലുകയാണ്. ദയനീയമായി നിലവിളിക്കുക എന്നുള്ളതല്ലാതെ ബന്ധനസ്ഥയാക്കപ്പെട്ടിരുന്ന ജൂഡിക്ക് രക്ഷപ്പെടാനായി സാധിച്ചിരുന്നില്ല. പ്രിൻസിപ്പൽ ജൂഡിയെ കൊലപ്പെടുത്താനായി
തൻ്റെ പിച്ച് ഫോർക്ക് മുകളിലേക്ക് ഉയർത്തി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. ഉടനെ പ്രിൻസിപ്പൽ വെടിയേറ്റ് വീണു. അവിടേക്ക് എത്തിയിരുന്ന ഡേവിഡായിരുന്നു അയാളെ വെടിവെച്ച് കൊന്നിരുന്നത്. ഡേവിഡും ഹാസലും ചേർന്ന് ജൂഡിയെയും ബെക്കയെയും അവിടെ നിന്നും രക്ഷിച്ചു. ഏതെങ്കിലും വാഹനം കണ്ടെത്തി സെൻട്രൽ ടൗണിലേക്ക് എത്തണമെന്നും അവിടെ സൈനിക ബസ്സുകളുണ്ടെന്നും അങ്ങനെ അതുവഴി രക്ഷപ്പെടാമെന്നും അവർ കണക്ക് കൂട്ടി. ഈ ഒരു സമയത്ത് പുറത്ത് മൃതശരീരങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ടായിരുന്നു. കാൽനടയായി അവർ 4 പേരും മുന്നോട്ടേക്ക് നീങ്ങി. എന്നാൽ പ്രവർത്തനയോഗ്യമായ ഒരു വാഹനം പോലും അവർക്ക് കണ്ടെത്താനായി സാധിച്ചില്ല. ഈ ഒരു സമയത്ത് അസുഖബാധിതരായ ചില മനുഷ്യർ ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന കാഴ്ച അവർ കാണാനിടയായി. അവരുടെ കണ്ണിൽപ്പെടാതെ 4 പേരും ഒളിച്ചിരുന്നു. ആ ആക്രമികൾ തങ്ങളുടെ വാഹനത്തിൽ അവർ കൊന്നിരുന്നവരുടെ മൃതശരീരങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഡേവിഡ് സംഘാംഗങ്ങളെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഡേവിഡിൻ്റെ വീട്ടിൽ അവൻ്റെ ഒരു വാഹനമുണ്ട്. അതുപയോഗിച്ച് നഗരത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അവൻ്റെ പദ്ധതി. പോകുന്ന വഴിയിലവർ കൂട്ടത്തിലുണ്ടായിരുന്ന ബെക്കയുടെ കാമുകനെ കാണാനിടയായി. ഔട്ട് ഹൗസിലായിരുന്ന ബെക്കയുടെ കാമുകൻ അസുഖബാധിതരാണെന്ന് തെറ്റിദ്ധരിച്ച് അവർക്കു നേരെ തോക്കു ചൂണ്ടി. ഡേവിഡും റസലും ചേർന്ന് അയാളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. എന്നാൽ അല്പസമയത്തിനകം തന്നെ സൈന്യം അവിടേക്ക് എത്തുകയും റെയ്ഡ് നടത്തി ബെക്കയുടെ കാമുകൻ്റെ അമ്മയെ പിടികൂടുകയുമാണ്. ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ഡേവിഡിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ബെക്കയുടെ കാമുകൻ അമ്മയുടെ പക്കലേക്ക് ഓടി. ഉടൻ തന്നെ സൈനികർ അസുഖബാധിതരാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെയും അവൻ്റെ അമ്മയെയും വെടിവെച്ചു കൊന്നു. ഭീതിയോടെ ഈ കാഴ്ചകൾ ഡേവിഡും സംഘവും ഔട്ട് ഹൗസിലിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സൈന്യം ഇരുവരുടെയും മൃതദേഹങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി. ശേഷം സൈന്യം പരിശോധനകൾക്കായി ഔട്ട് ഹൗസിലേക്ക് എത്തുകയാണ്. അങ്ങനെയൊരു സൈനികൻ ഔട്ട് ഹൗസിനകത്തേക്ക് അന്വേഷണത്തിനായി പ്രവേശിച്ചു. ഡേവിഡും റസലും ചേർന്ന് ആ സൈനികനെ കീഴ്പ്പെടുത്തുകയും ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഡേവിഡ് ആ ഒരു സൈനികനോട് ചോദിച്ചു. തനിക്കൊന്നും അറിയില്ലെന്നും ഈ നഗരത്തിലുള്ള സകല പേരെയും കൊലപ്പെടുത്താനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമെന്നും അയാൾ വെളിപ്പെടുത്തി. എന്നെ പോകാൻ അനുവദിച്ചാൽ നിങ്ങളിവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം ഞാൻ ആരോടും പറയില്ലെന്ന് ആ സൈനികൻ ഡേവിഡിനെ അറിയിച്ചു. അതോടെ ഡേവിഡ് ആ സൈനികനെ വിട്ടയക്കുകയാണ്. ആ സൈനികൻ വാക്കുപാലിക്കുകയും ഇവിടെ ആരുമില്ലെന്ന് മറ്റു സൈനികരെ അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി സൈന്യം തിരച്ചിൽ അവസാനിപ്പിച്ച് അവിടെ നിന്നും തിരിച്ചുപോയി. സൈന്യം മാസ്ക് അണിഞ്ഞിട്ടുള്ളതിനാൽ ഈ രോഗം വായുവിലൂടെയും പകരാൻ സാധ്യതയുണ്ടെന്ന് ജൂഡി അഭിപ്രായപ്പെട്ടു. പിറ്റേന്ന് രാവിലെയോടുകൂടി 4 പേരും ഡേവിഡിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. റസലും ബെക്കയും അവിടെ കേടായി കിടന്നിരുന്ന ഡേവിഡിൻ്റെ പഴയൊരു കാർ ശരിയാക്കാനായി ശ്രമിക്കുകയാണ്. ഇതേസമയം ആവട്ടെ ജൂഡി ജനിക്കാൻ പോകുന്ന കുഞ്ഞിനായി ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ റൂമിലേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് അവൾക്ക് പുറകിലായി റോറിയുടെ അസുഖബാധിതയായ ഭാര്യ പ്രതികാരദാഹത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പോകാനുള്ള സമയമായിട്ടും ജൂഡിയെ കാണാതെ ഡേവിഡ് ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് ജൂഡി കസേരയിൽ ബന്ധനസ്ഥയാക്കപ്പെട്ട നിലയിലായിരുന്നു. ഞൊടിയിടയിൽ തന്നെ അവിടെയുണ്ടായിരുന്ന റോറിയുടെ മകൻ ഡേവിഡിനെ പിടികൂടി. തോക്കെടുക്കാൻ ശ്രമിച്ച ഡേവിഡിൻ്റെ കയ്യിലേക്ക് റോറിയുടെ ഭാര്യ ഒരു കത്തി കുത്തിയിറക്കി. ശേഷം റോറിയുടെ ഭാര്യ ആ ഒരു തോക്കെടുത്ത് ഡേവിഡിനെ കൊല്ലാനൊരുങ്ങുകയാണ്. ഞൊടിയിടയിൽ ഡേവിഡ് കത്തി വലിച്ചുവരികയും അതുപയോഗിച്ച് റോറിയുടെ ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും റോറിയുടെ മകൻ തോക്കെടുത്ത് ഡേവിഡിന് നേരെ ചൂണ്ടിയിരുന്നു. ഉടനെ റോറിയുടെ മകൻ വെടിയേറ്റ് മരിച്ചു. ജനാല വഴി റസലായിരുന്നു അവനു നേരെ നിറയൊഴിച്ചിരുന്നത്. റസലെ ഡേവിഡിൻ്റെ പക്കലേക്ക് ഓടിയെത്തി. റോറിയുടെ ഭാര്യയ്ക്കും മകനും ജീവനുണ്ടെന്ന് മനസ്സിലാക്കി നിഷ്കരണം റസൽ അവർക്കു നേരെ വീണ്ടും വീണ്ടും നിറയൊഴിച്ചു. ഈ ഒരു കാഴ്ച കണ്ടതോടെ റസലെ അസുഖബാധിതനാണെന്ന് ജൂഡി ഡേവിഡിനോട് പറഞ്ഞു. ഈ സമയത്ത് റസലെ നിഗൂഢമാർന്ന മുഖഭാവത്തോടെയാണ് ഏവരെയും നോക്കിയിരുന്നത്. റസലെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നിറയൊഴിച്ചതെന്നും അവന് വേറെ കുഴപ്പമൊന്നുമില്ലെന്നും ഡേവിഡ് ജൂഡിയോട് പറഞ്ഞു. ശേഷം അവർ 4 പേരും കാറിൽ സുരക്ഷിതമായ സ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങി. നിർഭാഗ്യവശാൽ ഈ ഒരു യാത്രയിൽ അവരെ പെട്രോളിംഗ് നടത്തിയിരുന്ന ഒരു സൈനിക ഹെലികോപ്റ്റർ കാണാനിടയായി. പേടിച്ചിരണ്ടവർ കാറിൻ്റെ വേഗത കൂട്ടുകയും അവിടെ അടുത്തായി കണ്ട വാഷിംഗ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു കയറ്റി വാഹനം ഒളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്ത് ആരോ അവിടുത്തെ കാർ വാഷിംഗ് സിസ്റ്റം ഓണാക്കി. പെട്ടെന്ന് അസുഖബാധിതരായി മാറിയിരുന്ന അവിടുത്തെ തൊഴിലാളികൾ അവരെ ആക്രമിക്കുകയാണ്. ആ തൊഴിലാളികളെ ആക്രമിച്ച് വീഴ്ത്തിക്കൊണ്ട് സംഘം അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ഒരു അസുഖബാധിതൻ കൂട്ടത്തിലുണ്ടായിരുന്ന ബെക്കയുടെ കഴുത്തിലേക്ക് കുരുക്കിട്ടു. ഉടനടി അവർ ബെക്കയെ അവിടെ കെട്ടിത്തൂക്കി. ദേഷ്യത്തോടെ ഡേവിഡ് ആ ഒരു അസുഖബാധിതനെ ഇടിച്ചു വീഴ്ത്തുകയും വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു.
തൻ്റെ സഹപ്രവർത്തകയായ ബെക്കയെ രക്ഷിക്കാനായി ജൂഡി കാറിൽ നിന്നും ഇറങ്ങിയോടി. അവളെ ആക്രമിക്കാനെത്തിയ അവിടുത്തെ സ്റ്റാഫുകളെ റസലും ഡേവിഡും ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ബെക്ക മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് പുറത്തു നിർത്തിയിട്ടിരുന്നവരുടെ കാർ സൈനിക ഹെലികോപ്റ്റർ ബോംബിട്ട് തകർത്തിരുന്നു. അവർ കൊല്ലപ്പെട്ടെന്നുള്ള ധാരണയിൽ സൈനിക ഹെലികോപ്റ്റർ അവിടെ മുട്ടുപോയി. അവശേഷിച്ച 3 പേരും രക്ഷപ്പെടാനായി വീണ്ടും നടത്തം ആരംഭിച്ചു. വഴിയരികിൽ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിലും അത് കേടായ നിലയിലായിരുന്നു. ഈ ഒരു സമയത്താണ് ഒരു സർക്കാർ വാഹനം ചീറിപ്പാഞ്ഞു വരുന്ന കാഴ്ച ഡേവിഡും റസലും കാണാനിടയാവുന്നത്. ഡ്രൈവറെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വാഹനം തട്ടിയെടുക്കാമെന്ന് ഡേവിഡ് കരുതി. എന്നാൽ റസൽ പോലീസിൻ്റെ ടൂൾ ഉപയോഗിച്ച് ആ വാഹനം പഞ്ചറാക്കുകയും അത് അപകടത്തിൽപ്പെടുത്തുകയുമാണ്. അതിനകത്തുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഇരുവരും ചേർന്ന് ചോദ്യം ചെയ്തു. ടെക്സാസിലേക്ക് കൊണ്ടുപോയിരുന്ന ആ സൈനിക ചരക്ക് വിമാനത്തിൽ ഒരു ജൈവായുധമാണ് ഉണ്ടായിരുന്നതെന്നും നിർഭാഗ്യവശാൽ അത് ഈ ഒരു പട്ടണത്തിലെ ജലാശയത്തിൽ തകർന്നു വീഴുകയായിരുന്നെന്നും അയാൾ ഡേവിഡിനോട് വെളിപ്പെടുത്തി. ഇത് കേട്ട് ക്ഷുഭിതനായ ഡേവിഡ് അയാളെ മർദ്ദിച്ചു. എന്നാൽ റസൽ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അയാളെ വെടിവെച്ച് കൊല്ലുകയാണ്. നീ എന്താണ് ഈ ചെയ്തതെന്നും ചോദിച്ച് ഡേവിഡ് റസലിനോട് ദേഷ്യപ്പെട്ടു. എന്നാൽ ഈ ഒരു സമയത്തെല്ലാം റസല് നിഗൂഢമാർന്ന ഭാവത്തോടെയാണ് ഡേവിഡിനോട് പെരുമാറിയിരുന്നത്. റസല് രോഗബാധിതനാണെന്ന് മനസ്സിലാക്കി ഡേവിഡ് തോക്ക് തനിക്ക് കൈമാറാനായി ആവശ്യപ്പെട്ടു. റസലെ അപ്രകാരം ചെയ്തു. അതോടുകൂടി റസൽ വീണ്ടും ക്ഷുഭിതനാവുകയും ഞാൻ നിരവധി തവണ നിന്റെ ജീവൻ രക്ഷിച്ചിട്ടുള്ളവനാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഡേവിഡിനു നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്തു. അതോടെ ഡേവിഡ് റസലിനെ ശാന്തനാക്കിക്കൊണ്ട് സൂത്രത്തിൽ അവൻ്റെ പക്കലുണ്ടായിരുന്ന തോക്ക് തട്ടിയെടുക്കുകയാണ്. നീ രോഗബാധിതനാണെന്ന് വിഷമത്തോടെ ഡേവിഡ് റസലിനോട് പറഞ്ഞു. അവനും അത് മനസ്സിലായി. ഞാൻ അല്പസമയം കൂടി നിങ്ങളോടൊപ്പം നടന്നോട്ടെ എന്ന് റസലെ ഡേവിഡിനോട് ചോദിച്ചു. ഡേവിഡ് അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ വീണ്ടും കാൽനടയായി യാത്ര തുടരുകയാണ്. ഒടുവിലവർ സൈനിക ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേരുകയാണ്. സൈന്യമേവരെയും വെടിവെച്ച് കൊല്ലുന്നതിനാൽ അവർ സൈനികരുടെ പക്കലേക്ക് പോയിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നാലേ അവർക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനായി സാധിക്കുകയുള്ളൂ. ഞാൻ അസുഖബാധിതനാണ്, ആയതിനാൽ തന്നെ ഞാൻ സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കാമെന്നും ആ ഒരു തക്കത്തിനെ നിങ്ങൾ രക്ഷപ്പെട്ടോളൂവെന്നും റസലെ ഡേവിഡിനോടും ജൂഡിയോടും പറഞ്ഞു. സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനായി അങ്ങനെ റസലെ പട്ടാളക്കാരുടെ പക്കലേക്ക് പാഞ്ഞെടുത്തു. ഞൊടിയിടയിൽ തന്നെ സൈന്യം അവനെ തുരത്തുര നിറയൊഴിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഈ ഒരു തക്കത്തിന് ഡേവിഡിനും ജോഡിക്കും ആ ഒരു ചെക്ക് പോസ്റ്റ് മറികടന്നു പോകാനായി സാധിച്ചു. അങ്ങനെ അവർ കണക്ക് കൂട്ടിയിരുന്നത് പോലെ ഗ്രാൻഡ് സെൻറ്ററിലേക്ക് എത്തിച്ചേരാനായി സാധിച്ചു. ഗ്രാൻഡ് സെൻറ്ററിനകത്ത് നിരവധി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആരെയും കാണാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് ജോഡി ആ പരിസരം മൊത്തം നിരീക്ഷിക്കുകയാണ്. പെട്ടെന്ന് ഭീതിജനകമായൊരു കാഴ്ച കണ്ട് ജോഡി അലറിക്കരയുകയാണ്. അവളുടെ കരച്ചിൽ കേട്ട് ഡേവിഡ് ജോഡിയുടെ പക്കലേക്ക് ഓടിയെത്തി. അവിടെ ഒരു ട്രക്ക് നിറയെ കൊലപ്പെടുത്തിയ നിലയിലുള്ള നിരവധി പേരുടെ ചീഞ്ഞളഞ്ഞ മൃതശരീരങ്ങളുണ്ടായിരുന്നു. നമുക്കിനി രക്ഷപ്പെടാനായി സാധിക്കില്ലെന്ന് വിഷമത്തോടെ ജോഡി ഡേവിഡിനോട് പറഞ്ഞു. നമ്മൾ രക്ഷപ്പെടുമെന്നും ഞാൻ എന്തിനും നിൻ്റെ കൂടെയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡേവിഡ് ജോഡിയെ ആശ്വസിപ്പിച്ചു. എത്രയും വേഗം ആ ഒരു നഗരം വിട്ട് സുരക്ഷിതമായ മറ്റേതെങ്കിലും നഗരത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഡേവിഡ് കുറച്ച് വസ്ത്രങ്ങളും അവശ്യ വസ്തുക്കളുമെല്ലാം ശേഖരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു അസുഖബാധിതൻ ജോഡിയെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ജോഡി ആ ഒരു മനുഷ്യനെ കണ്ടിരുന്നില്ല. ഈ ഒരു സമയത്താണ് സൈനികരവിടെ മറന്നുവെച്ച് പോയിരുന്ന അവരുടെ വോക്കി ടോക്കി ഡേവിഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. 10 മിനിറ്റിനകം ആ നഗരം സൈന്യം ചുട്ടുചാമ്പലാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു സന്ദേശം അവൻ ഭീതിയോടെ കേൾക്കാനിടയായി. പിന്നീട് പുറത്തേക്ക് നീങ്ങിയവൻ ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്ന ആ ഒരു ഗ്യാങ്ങിൻ്റെ വാഹനം കാണുകയാണ്. ഉടൻ തന്നെ ആരോ അവിടുത്തെ പവർ സിസ്റ്റം ഓഫാക്കി. അപകടം മനസ്സിലാക്കിയ ജൂഡി അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലേക്ക് കയറി ഒളിച്ചിരുന്നു. ആ ഒരു റൂമിനകത്ത് നിരവധി മൃതശരീരങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. ജോഡിയെ തിരിഞ്ഞ് അക്രമി സംഘം അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും അവളെ കാണാതെ തിരിച്ചുപോയി. ഈ ഒരു സമയത്ത് അവളെ തേടി ഡേവിഡും അവളുടെ പക്കലേക്ക് എത്തിയിരുന്നു. ഇരുവരും ശബ്ദമുണ്ടാക്കാതെ ഓടി മാറി അവിടെ ഉണ്ടായിരുന്ന ട്രക്കിലേക്ക് കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ട്രക്കിൻ്റെ ഡോർ തുറന്നതും ആ ട്രക്ക് ഡ്രൈവറുടെ മൃതശരീരം താഴേക്ക് വീണു. ഈ ഒരു കാഴ്ച കണ്ട് ജോഡി അലറി വിളിച്ചത് അക്രമികളുടെ ശ്രദ്ധ ക്ഷണിക്കാനിടയായി. ട്രക്കിനകത്തേക്ക് പ്രവേശിച്ചെങ്കിലും
ആ ട്രക്കിൻ്റെ താക്കോൽ കാണാതെ ഡേവിഡിനെ ട്രക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടതായി വന്നു. അങ്ങനെ അവൻ ട്രക്ക് ഡ്രൈവറുടെ ശരീരത്തിൽ നിന്നും ആ വാഹനത്തിൻ്റെ താക്കോൽ കണ്ടെത്തുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു കാഴ്ച അക്രമി സംഘം കാണുകയാണ്. ട്രക്കിലേക്ക് തിരികെ കയറാൻ ശ്രമിച്ച ഡേവിഡിനെ അക്രമികൾ പിടികൂടി. അങ്ങനെ ഡേവിഡും അക്രമികളും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറുകയാണ്. ഇതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അക്രമി ജൂഡിയെ തേടി ട്രക്കിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു. കയ്യിൽ കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ച് ജൂഡി അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തി. സംഘട്ടനത്തിനിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനറി ഉപയോഗിച്ച് ഡേവിഡ് തൻ്റെ എതിരാളിയെ കൊലപ്പെടുത്തി. അധികം താമസിയാതെ തന്നെ അക്രമി സംഘത്തിലെ മൂന്നാമനും ഡേവിഡിന് നേരെ പാഞ്ഞെടുത്തു. കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് അവിടെ തീയിട്ട് ഡേവിഡ് അയാളെയും കൊലപ്പെടുത്തി. ശേഷം ഡേവിഡും ജൂഡിയും ആ ഒരു ട്രക്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പോകുന്ന വഴിയിലവർ കയ്യിൽ കരുതിയിരുന്ന സൈന്യത്തിൻ്റെ വോക്കി ടോക്കിയിലൂടെ സൈന്യത്തിൻ്റെ കൗണ്ട് ഡൗൺ കേൾക്കുകയാണ്. കൗണ്ട് ഡൗൺ 0 സൈന്യം ഇൻഫെക്ഷൻ ബാധിച്ച ആ ഒരു നഗരം പൂർണ്ണമായും ബോംബിട്ട് തകർക്കുകയാണ്. അതിശക്തമായ പ്രകമ്പനം മൂലം അവരുടെ ട്രക്ക് ആടിയുലയുകയും അത് മറയുകയും ചെയ്തു. ഭാഗ്യവശാൽ ഇരുവർക്കും ജീവനോടെ അതിൽ നിന്നും പുറത്തിറങ്ങാനായി സാധിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ അവരിരുവരും സുരക്ഷിതരായി മറ്റൊരു നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നിർഭാഗ്യവശാൽ അവരെത്തിച്ചേർന്നിരുന്ന ആ ഒരു നഗരത്തിലും ഭീതിജനകമായ ആ ഒരു അസുഖം പടർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെയും സൈന്യം കണ്ടെയ്ൻമെൻറ്റ് പ്രോട്ടോകോൾ നടപ്പിലാക്കാനൊരുങ്ങുകയാണ്. ഇക്കാര്യം വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സമയത്ത് സിഗ്നലുകൾ കട്ടായി പോവുകയും ആ അവതാരകനെ ഒരു രോഗബാധിതൻ ക്രൂരമായി കൊലപ്പെടുത്തുകയുമാണ്. ഈ രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.